ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നു? അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ മരണത്തിൽ നിന്ന് എന്നേക്കുമായി ഉയർപ്പിനാൽ ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആദമിന്റെ അനുസരണക്കേടിനാൽ മനുഷ്യനിലേക്ക് വന്ന മരണത്തെ നീക്കുവാൻ, അല്ലെങ്കിൽ ആദമിന്റെ അനുസരണക്കേട് മുഖാന്തരം പിശാച് നേടിയത് എന്താണെന്നറിയാമോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവൻ കൈവശമാക്കി. കർത്താവിന്റെ അനുസരണത്താൽ, കർത്താവിന്റെ മരണത്തിൽ കൂടി കർത്താവ് പിശാചിന്റെ കയ്യിലിരുന്നത് തിരികെ വാങ്ങി. ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. വാക്കുകൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഒരു പ്രോസസ് അവിടെ നടന്നു. അതായത് ആദമിന്റെ അനുസരണക്കേടിനാൽ പിശാചിന് ലഭ്യമായ ലാഭമായ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ക്രിസ്തുവേശുവിന്റെ അനുസരണത്തിലും തുടർന്നുള്ളവന്റെ മരണത്തിൽ കൂടിയും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവാം ദൈവത്തെ അനുസരിച്ചു നീ മരണത്തിൽ കൂടി കടന്നു പോകണം. അതായത് ലോകത്തിന്റെ പാപത്തെ വഹിച്ച ദൈവം, നീ മരണത്തിൽ കൂടി കടന്നു പോകണമെന്നുള്ള പിതാവിന്റെ ആജ്ഞയെ അനുസരിച്ചിട്ട് ആ അനുസരണത്തിൽ കൂടി പിശാച് ഉപായത്തിൽ ആദമിന്റെ അനുസരണത്തിൽ കൂടി തട്ടിയെടുത്ത മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരികെ വാങ്ങി. ഇതാണ് അവിടെ പ്രോസസ്സ് സംഭവിച്ചത്. അപ്പോൾ അനുസരണക്കേടിനാൽ നഷ്ടമായത് അനുസരണത്താലും തന്റെ യാഗത്തിൽ കൂടിയും കർത്താവ് നേടിയെടുത്തു. എന്നിട്ട് തന്റെ സഭയോട് പറയുകയാണ്, സഭയോടാണ് പറയുന്നത്, ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്, ഇനി നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, അതെന്റെ കയ്യിൽ വന്നു ചേർന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവസാനത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകണം, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. എന്ന് പറയുമ്പോൾ ദാവീദിനോടുള്ള അരുളപ്പാടല്ല, പിതാവാം ദൈവം പുത്രനാം അതായത് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിതാവാം ദൈവം പുത്രനാം കർത്താവിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക, അവസാനത്തെ ശത്രുവായ മരണവും നീക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ തന്റെ സഭയോട് പറയുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇതാ എന്റെ കൈവശമായിരിക്കുന്നു. മരണഭീതിയിലായിരിക്കുന്ന ആരെങ്കിലും ദൈവകൽപ്പന അനുസരിച്ച ശേഷം അന്യായമായി മരണഭീതി നിന്റെ മേൽ പിശാചിട്ടിട്ടുണ്ടെങ്കിൽ ആ മിശ്രം പരിശുദ്ധാത്മാവ് പറയുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നിന്റെ അപ്പന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ അതാണ് പറയേണ്ടത്. അങ്ങനെ ഒരു ഭീതി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആമീസുദ്ര ഭീതി വരുത്തുന്ന ഇരുളിന്റെ വ്യാപാര ശക്തികളോട്, അല്ല അല്പമണ്ഡലത്തിൽ നിനക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തികളോട് നീ പറയേണ്ടതാണ്, അല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ സ്നേഹവാനായ പിതാവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അവൻ പറയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ മരണം ആഗ്രഹിച്ചാൽ പോലും നടക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഏലിയാവിനെ നോക്കുക, ചൂരച്ചെടിയുടെ കീഴിൽ പോയി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജീവിത സാഹചര്യം അങ്ങനെ ആയിത്തീർന്നു, അല്ലെങ്കിൽ പൈശാചിക വെല്ലുവിളികൾ അങ്ങനെ ആയിരുന്നു. ആഭിചാര മണ്ഡലങ്ങളിൽ ഉയർന്നു വരുന്ന ആത്മശക്തികൾ ദൈവത്തിന്റെ പൈതലിന്റെ ചെവിയോടൊക്കെ വന്നെന്ന് വണ്ടുമൂളുന്നോളം മന്ത്രിക്കുവാൻ നിന്റെ ഹൃദയത്തിലേക്ക് അതിനെ കടത്തിവിടുകയാണ്. നീ മരിക്കും, ഈ രോഗം നിന്നെ കൊണ്ടുപോകും, അല്ലെ ഇത് നിന്നെ മരിക്കും, അല്ലെങ്കിൽ വണ്ടി എടുക്കും, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത വളവ് വെച്ച് നീ കൊല്ലപ്പെടാൻ പോവുകയാണ്, അല്ലെ നീ മരിക്കുവാൻ പോവുകയാണ്, അല്ലെ നീ പോകുന്ന വഴിയിൽ നിന്നെ എന്ത് ചെയ്യുകയാണ്, പാമ്പ് കടിക്കുവാൻ പോകും, അവിടെ ഒരു പാമ്പുണ്ട്, അല്ലെ അവിടെ ഒരു അപകടമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മരണമുണ്ട്, അല്ലെ ആരെങ്കിലും നിന്നെ എന്ത് ചെയ്യും, നിന്നെ ഉപദ്രവിക്കും. ഇന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, നിന്നെ ഭീതിപ്പെടുത്തുമ്പോൾ നീ നിന്റെ വാ തുറന്ന് പറയേണ്ട ഇതാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ അപ്പന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, അതാണ് സത്യം. അവനറിയാതെ യോബ് മരിക്കുവാൻ ഇച്ഛിച്ചു. ആ യോബിനെ ഒരട കൊടുത്തിട്ട് 40 ദിവസം നടത്തി എന്നുള്ളതാണ്. ഓരോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് അറിയാമോ ആർക്കെങ്കിലും? അന്നോ ഇന്നോ
മരിക്കുവാൻ കിടന്നവന്റെ അടുക്കൽ സ്വർഗീയ ഭോജനം വെച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് തട്ടി എഴുന്നേൽപ്പിച്ച് അവനെ തീറ്റിയിട്ട് 40 രാവും പകലും ഹോരേബോളം നടന്നു ദൈവതേജസ് കാണുവാൻ. ദൈവത്തിന്റെ പൈതലെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. അല്ലാതെ കുറെ കടഭാരം കൊണ്ടുവന്ന്, ജീവിതത്തിന്റെ കുറെ പ്രതിസന്ധി കൊണ്ടുവന്ന്, അല്ല ആരെ കൊണ്ടെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറയിപ്പിച്ചോ, അപമാനിച്ചോ, നിന്ദിച്ചോ, പരിഹസിച്ചോ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആമീസൂത്രം ഉപദ്രവിച്ചോ, ആമീസൂത്രം നിന്നെ അങ്ങ് തകർത്താമെന്നോ തകർത്ത് കളയാമെന്നോ ഒക്കെ ആമീസൂത്രം പിശാച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. പിശാച് പിന്നെ ഒരു കാര്യമുണ്ട്, കൊമ്പും കുളമ്പും അല്ലെങ്കിൽ വാലും ഒന്നും വെച്ച് വരുന്ന ഒരു സാധനമല്ല പിശാച്. പിശാച് വെള്ള ധരിച്ച് തന്നെ ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പം വെള്ള ധരിക്കുന്നവരിൽ കൂടെയും മറ്റുള്ളത് ധരിക്കുന്നവരിൽ കൂടെയും ആണിൽ കൂടെയും പെണ്ണിൽ കൂടെയും അവനൊരു ബോഡി ആവശ്യം, ഒരു എർത്തലി ബോഡി ആവശ്യമാണ്. ചിലപ്പോ ആ ബോഡി ഞാനാകാം, ചിലപ്പോ വേറൊരാളാകാം ബോഡി. ആ ബോഡിയിൽ കൂടെ ആയിരിക്കും നിന്നെ അവൻ ആക്രമിക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, ഇതൊന്നും കണ്ട് നീ ഭയപ്പെടുകയും ചെയ്യരുത്, പരിഭ്രമിക്കുകയും ചെയ്യരുത്. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നിന്റെ ഉടയവന്റെ കയ്യിലാണ്. കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, പിതാവാം ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആമീൻ. തന്റെ പുത്രൻ, തന്റെ ഏകജാതനായ പുത്രനെ തന്നുവെങ്കിൽ, പിതാവാം ദൈവത്തിന്റെ വാഗ്ദാനമാണ്, തന്റെ ഏകപുത്രനെ ലോകത്തിന് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ അവനോടുകൂടി സകലവും തരുമെന്നാണ് കർത്താവിന്റെ വാഗ്ദത്തം. കർത്താവായ ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ആദ്യം എന്റെ രാജ്യവും നീതി അന്വേഷിക്കണം, അതോടുകൂടി നിങ്ങൾക്ക് സകലതും കിട്ടും. അംബാനിയോ അദാനിയോ ഒന്നും ആകേണ്ട കാര്യമില്ല. പ്രൈം മിനിസ്റ്റർ മോദിയിരിക്കുന്ന കസേരയിൽ ഇരിക്കേണ്ട കാര്യമില്ല. അന്നന്നത്തെ കാര്യം നടത്തി നിന്നെ നടത്തുന്നുണ്ടോ? ദേശത്ത് നിന്ദിക്കപ്പെടാതെ, അപമാനിക്കപ്പെടാതെ, നിന്റെ തലയങ്ങ് പൊട്ടിത്തെറിച്ചു പോകുമെന്ന് പറയുന്ന നിന്റെ ആൾക്കാരുടെ മധ്യത്തിൽ നിന്നെ ദൈവം നിലനിർത്തുന്നുണ്ടോ? അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുക. ദൈവത്തിന്റെ പൈതലേ, ഓരോ ദിവസവും ദൈവം അന്നത്തെ ആഹാരം നിന്ന് നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ, ശത്രുവിന് മുമ്പിൽ തളരാതെ പതരാതെ, അപമാനിക്കുവാൻ വരുന്ന ശത്രുവിന് മുമ്പിൽ തല ഉയർത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള ജയത്തിന്റെ കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്നുണ്ടെങ്കിൽ ഞാനും നീയും ജയിച്ചു. നമ്മളോടുകൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ട് പൈതലേ. അമീസൂത്രം നീ ചൂരച്ചുടിയുടെ കീഴിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് ഒരുപക്ഷെ പറയുന്ന അനുഭവത്തിലായിരിക്കും നീ കിടക്കുന്നത്. പക്ഷെ നീ ഭയപ്പെടേണ്ട, നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്നാ പറഞ്ഞ്. നീ അങ്ങനെയല്ല മരിക്കേണ്ടത്, നിന്നെ തേജസ്സോടെ എടുക്കുവാനാ കർത്താവിന്റെ പദ്ധതി. അല്ലാതെ വഴി കിടക്കുന്ന വല്ല വണ്ടി ഇടിച്ചോ, അല്ലെങ്കിൽ കാട്ടിലിരിക്കുന്ന പാമ്പ് കടിച്ചോ, അല്ലെങ്കിൽ വല്ലവനും വാളുകൊണ്ട് നിന്നെ വെട്ടിക്കൊല്ലുകയോ, ഇതൊന്നും അല്ല നീ ദുഃഖകരമായ സംഭവങ്ങൾ ഇട്ട് ഹൃദയം കൊട്ടി, ഇതൊന്നും അല്ല ദൈവത്തിന്റെ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നിനക്ക് വെച്ചിരിക്കും തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. അവനത് തേജസ്സോട് തന്നെ ചെയ്യും. ഞാനും മരിക്കും, നീയും മരിക്കും, എല്ലാവരും മരിക്കും. പക്ഷെ ആമീസൂത്രം, അന്യായമായ ആമീസൂത്രം നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഈ മരണഭയമുണ്ടല്ലോ, അത് ഈ പകൽക്കാലം ഒന്ന് മാറിപ്പോകുവാനിടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.